എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പോകുന്നത് ഹവാസിന് സ്കൂളിൽ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ഈവനിങ്ങിൽ ചെറിയൊരു ഔട്ടിങ്ങും, അതാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് ഹവാസിൻ്റെ പുതിയ സ്കൂള്. അപ്പോൾ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉള്ളിൽ കുറച്ച് ടെൻഷനുണ്ട്. ഹവാസിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, അവൾ നല്ല കൂളാണ്, ഡാഡിയും കൂളാണ്. സോ ഞങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോവാണ്. കുറച്ച് ടൈം എടുക്കും എന്നാണ് പറഞ്ഞത് എഴുതി വരാൻ വേണ്ടിയിട്ട്. സോ വി ആർ വെയിറ്റിംഗ് ഹിയർ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഹവാസിൻ വന്നു. അവൾക്ക് അഡ്മിഷൻ കിട്ടി. എൻട്രൻസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല, ഇന്ന് എന്താണെന്നറിയില്ല, എന്തോ കാര്യത്തിന് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ടീച്ചർ വന്നിട്ട് ഞങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പിയായി. നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എനിക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സദ്യയുടെ ആളാണല്ലോ, നിങ്ങൾക്കറിയാം, എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. സോ ഞാൻ സദ്യ ചൂസ് ചെയ്തു, അവർ രണ്ടുപേരും ബിരിയാണിയും ചൂസ് ചെയ്തു. ഞങ്ങൾ ഫുഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. സദ്യ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര സന്തോഷം വരും. നിങ്ങൾക്കായിരിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇവിടുത്തെ സദ്യ പൊളിയായിരുന്നു കേട്ടോ. ഈ പ്ലേസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണത്. ഭയങ്കര മടി ഇപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും അപ്പോൾ ഈ സദ്യ അടിപൊളിയായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണിയും പൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ്ങിലൊന്ന് പുറത്തിറങ്ങി ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആക്കാമെന്ന് ഓർത്ത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോർണേഷും ഒരു പാർക്കും കൂടിയുള്ള പ്ലേസിൽ വന്നേക്കാണ്. നല്ല ഒരു അടിപൊളി വൈബാണ് അവിടെ. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ നേരം ഊഞ്ഞാലേക്കാടി ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു അടിപൊളി പ്ലേസായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത്. Baby. Hi baby. Mandapu baby. ഈ മന്ദാപ്പു ബേബി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ വന്നിട്ട്? എന്താ ഫീൽ ചെയ്തു? അടിപൊളിയായിരുന്നു. ഇനി ചെയ്യണ്ട. അതില് കറങ്ങി അടുത്തുള്ള ഒരു പാർക്കും കോർണിഷും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചുമ്മാ ഇരുന്ന് കുറച്ച് സംസാരിച്ച് നടന്ന് ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആക്കി തിരിച്ചു വരാമെന്ന് ഓർത്ത്. നല്ല അടിപൊളി ഒരു ഏരിയ ആണിത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് നമ്മളന്ന് കണ്ട ലുളു. പിന്നെ ഇവിടെ കാണുന്നു, അവിടെ ഒരു കോർണിഷ് ഉണ്ട്, കണ്ട അവിടെ ഒരു കോർണിഷ് ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞി പാർക്കുണ്ട്. കൺമണി അൻപോട് കാതലൻ കവിത കൊട്ടത്. അക്രമം കാണിക്കണ്ട, ഒടിഞ്ഞു പോവും. ഡാഡി സോ ക്രേസി. വെരി ക്രേസി ഡാഡി.
ഓടി വരുന്നുണ്ട് അസ വിളിക്കുമ്പോൾ. അസ വാ 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 ഇങ്ങോട്ട് വാ, വല്ലാണ്ട് വിളിക്കണ്ട. സൗദിയുടെ വഴിത്താരകളിലൂടെ നടന്നു പോകുമ്പോഴാണ് രണ്ട് ചെറിയ യുവാക്കൾ മത്സ്യത്തിനായി കാത്തിരിക്കുന്നത് കണ്ടത്. അവർ അവരുടെ കയ്യിലുള്ള വടി വെള്ളത്തിലേക്കിട്ട് മീനിനെ കാത്തിരിക്കുകയാണ്. ആ അസുലഭ മുഹൂർത്തം കാണുന്നതിനു വേണ്ടി റെഡ് ഷർട്ടിൻ്റെ നിന്നും കടം മേടിച്ച ഈ മലയാളി വനിത ഇവിടെ നോക്കി നിൽക്കുകയാണ്. മലയാളി വനിതയുടെ നോട്ടം കണ്ടിട്ടാണോ എന്തോ ആ യുവാവിന് നാണം വന്ന് മത്സ്യം പിടിക്കുന്നത് അവസാനിപ്പിച്ച് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നാണം വന്നതുകൊണ്ടാണോ മീൻ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. പുതിയ ഇരയ പുറത്തൊരു ഇരയും അയാളുടെ കയ്യിലുള്ള കമ്പിൻ്റെ മേലെ മറ്റൊരു ഇരയുമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ നമുക്ക് മറ്റു പല കാഴ്ചകൾ കാണാം. നടക്കൂ. ഇവിടെ ഇതേ എൻ്റെ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. പൂച്ച സുഹൃത്തുക്കൾ, ഒരു വൈറ്റിയും ഒരു ബ്ലാക്കിയും. ബ്ലാക്കിയെ കളിപ്പിക്കാനായി മറ്റൊരു പൂച്ച, അത് മനുഷ്യകോലത്തിലെത്തിയ ഒരു പൂച്ച അവിടെ ഇരിക്കുകയാണ്. അത് കടിക്കാൻ വേണ്ടി വായട് തുറന്നിട്ടാ നടന്നോ. വീഴുകൂടാ. ഇല്ല ഇല്ല, അതിനല്ല മീനിന്റെ മണം എന്ന് പറഞ്ഞത്. രണ്ടാവശ്യം കഴിക്കാമെന്നാണ്. മൊഡേണ ഉണ്ടാണോ? കൊച്ചു 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 വിനോദങ്ങളുമായി ഡാഡിയും മോളും ഓടിച്ചാടി വന്ന് മരത്തിൽ തൊടുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസായി ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങളുടെ സായാഹ്നം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. We are going back to our home, sweet home. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ആ നിമിഷത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ലൈക്ക് ഷെയർ ബട്ടൺ അമർത്തുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളെ വീഡിയോയിൽ വേണ്ടത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കാണുന്ന പ്ലേസിൻ്റെ പേരാണ് മെക്ടി. സ്ഥലത്തിന് കാണുമ്പോൾ അപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് 2 ഐസ്ക്രീം വാങ്ങിച്ചതാ, 2 എണ്ണം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ കൊടുത്ത് വെയിറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ആവാസും പോയിട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ 2 ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ സുഖമായിട്ട് ഒറ്റയടിക്ക് തിന്നുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ, ടാറ്റാ.